ഇല്ല, അങ്ങനെ ഞങ്ങൾ കാണുന്നില്ല. ഇത് ഞാൻ ആദ്യം മുതൽ പറയുന്നത്, പാർട്ടി അങ്ങനെയാണ് കാണുന്നത്. ഇതൊരു ഫൈനലാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനങ്ങളുടെ ഡേ ടു ഡേ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സ്ഥാപനമാണ്. ഇതുവരെ അഴിമതിയും ഒന്നും ചെയ്യാത്ത ഒരു സ്ഥിതിയായിരുന്നു ഈ സ്വയംഭരണ സ്ഥാപനം. ഞങ്ങൾ മുമ്പോട്ട് വെച്ചൊരു നറേറ്റീവ് വികസനം, അത് കൃത്യമായി ജനങ്ങൾ സ്വീകരിച്ചു. ജനങ്ങൾ അതിന് പിന്തുണ തന്നിട്ടുണ്ട്. അതിന്റെ ഫലമാണ് ഞങ്ങളുടെ ഇന്നത്തെ റിസൾട്ട്. പക്ഷേ ഇതിന്റെ ഒപ്പം നടക്കുന്ന ഒരു കാര്യം, രാഷ്ട്രീയ ഒരു പോയിന്റാണ്. LDFന്റെ പരാജയം. LDFന് നന്നായി ഒരു പരാജയമുണ്ട്. അവരുടെ ഒരു അഴിമതി രാഷ്ട്രീയവും അവരുടെ പ്രീണ രാഷ്ട്രീയവും അതിനെല്ലാം ജനങ്ങൾ കൃത്യമായ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോ അതിന്റെ ഗുണം UDFനും കിട്ടിയിട്ടുണ്ട്. കാരണം UDF നോർത്തിലെല്ലാം നല്ല ശക്തമായൊരു പ്രസൻസ് ഉണ്ട്. അത് ആ ഫലവും ഗുണം അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊരു ടെമ്പററി ആണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം കൂടി, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയ പ്രചാരണം BJP അടക്കം സംസ്ഥാനത്ത് നടത്തിയിരുന്നു. പക്ഷേ അതിന്റെ ഗുണം തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് UDFനാണെന്ന് കരുതുന്നു. അങ്ങനെയൊന്നുമല്ല. അങ്ങനെ പിന്നെ ഇങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് അതൊന്നല്ല. LDFന്റെ എതിരെ ഒരു നല്ല ഒരു വികാരം, ഒരു ഫീലിംഗ് ജനങ്ങളുടെ മനസ്സിലുണ്ട്. 10 കൊല്ലം ഭരിച്ചു, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിട്ടാണ് ഭരിച്ചത്. പക്ഷേ 10 കൊല്ലം അവർ ചെയ്തത് എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾ LDFന്റെ എതിരെ ഒരു മാൻഡേറ്റ് ആണ് ഈ ഇലക്ഷൻ. ഞങ്ങൾക്ക് കുറച്ച് ഗുണം കിട്ടിയിട്ടുണ്ട്, UDFന് അത് കൂടുതൽ ഗുണം കിട്ടിയിട്ടുണ്ട്, അതൊരു സംശയമില്ല. പക്ഷേ അസംബ്ലി ഇലക്ഷനിൽ ഇത് ഒരു ഡയറക്റ്റ് ഫൈറ്റ് ആയിരിക്കും UDFും NDAന്റെ തമ്മിൽ. അത് ഞങ്ങൾ കാണാം. കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് തിരുവനന്തപുരത്ത് CPM BJP ഡീൽ നടന്നു, അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ താഴോട്ട് പോയത്. നോക്കൂ, കോൺഗ്രസ് തോൽക്കുമ്പോ അത് ആദ്യം അവര് EVM, പിന്നെ വോട്ട് ലിസ്റ്റ്, പിന്നെ CPM, പിന്നെ BJP. അത് അവരുടെ രീതിയാണ്. എന്തിനാണ് നമ്മൾ അവര് പറഞ്ഞതെല്ലാം കേൾക്കുന്നത്? അവർക്ക് ഇന്ന് ആന്റി CPMന്റെ ഒരു വികാരം, അതിന്റെ ഒരു ബെനിഫിറ്റ് ഇന്ന് കിട്ടി. അപ്പോൾ ഇന്നും നാളെ എല്ലാം കുറെ സംസാരിച്ചോട്ടെ. വരാൻ പോകുന്ന ഈ അസംബ്ലി ഇലക്ഷനിൽ കൃത്യമായി ജനങ്ങൾ കാണും ഈ കോൺഗ്രസിന്റെ എന്താണ് ട്രാക്ക് റെക്കോർഡ്. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് LDFന്റെ ട്രാക്ക് റെക്കോർഡ്. കാരണം അവരെ ഭരിക്കുന്ന പാർട്ടിയല്ലേ. ഇനി വരാൻ പോകുന്ന കാലത്ത് കോൺഗ്രസിന്റെ ഭരണം, ഇവിടെ ഭരിച്ച കോൺഗ്രസ് എത്ര കൊല്ലം ഭരിച്ചില്ലേ, അവര് എങ്ങനെ ഭരിച്ചു, എന്ത് ചെയ്തു, അതെല്ലാം കൃത്യമായി ഞങ്ങൾ മുമ്പോട്ട് വെക്കും. BJPയുടെ സംസ്ഥാന